മെക്സിക്കോയിലെ ടിജുവാനയിൽ നിന്നും ഏതാനും ദിവസം മുൻപ് കാണാതായ കത്തോലിക്ക വൈദികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 55 വയസ്സുകാരനായ ഫാദർ ജോസ് ലൂയിസ് റോഡ്രിഗസ് ഡി ആൻഡെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ടിജുവാന അതിരൂപതയാണ് ഈ വിവരം പുറത്തുവിട്ടത്. ശുശ്രൂഷകളിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് തിരച്ചിൽ ആരംഭിച്ചത്. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ മാർച്ച് 17-ന് കൊളോണിയോ മെഡ്രോ എന്ന സ്ഥലത്തു നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തതെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മോൺസിഞ്ഞോർ മരിയോ നിക്കോളോസ് അറിയിച്ചു. അദ്ദേഹം ദീർഘകാലമായി ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നതായി സഭാധികൃതർ വ്യക്തമാക്കി. എന്നാൽ മരണകാരണം സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. കേസിൽ അന്വേഷണം നടക്കുകയാണെന്നും കുടുംബത്തിന്റെ സ്വകാര്യത കണക്കിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നും ബിഷപ്പ് അറിയിച്ചു. 1970 ഓഗസ്റ്റ് 18-ന് മെക്സിക്കോയിലെ ജാസ്കൊലയിലാണ് അദ്ദേഹം ജനിച്ചത്. 2010 ജൂൺ 10-നാണ് അദ്ദേഹം വൈദികനായി അഭിഷിക്തനായത്. വിവിധ ഇടവകളിൽ പ്രവർത്തിച്ച അദ്ദേഹം രൂപതയുടെ രോഗി ശുശ്രൂഷ കമ്മീഷൻ തലവനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിരൂപതയിലെ സന്യാസ സമൂഹങ്ങളുടെ ചാപ്ലിനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. വൈദികന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കണമെന്നും വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്നും അതിരൂപത വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു.